കണ്ടോ, കിട്ടില്ലെൻ്റെ സൺസെറ്റ് കണ്ടോ. നമ്മൾ നിൽക്കുന്നത് ഒരു കാർ ഷോറൂമിലാണ്, കാറിൻ്റെ യൂസ്ഡ് കാർസിൻ്റെ ഒരു യാർഡിലാണ്. ഇത്രയും വലിയൊരു യാർഡ് നിങ്ങൾ കേരളത്തിൽ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ താഴ്ന്ന് കമൻറ്റ് ചെയ്തേ, കാരണം ഇത്രയും വലിയ യാർഡ് കേരളത്തിൽ വേറെ ഇല്ല. നമ്മൾ വന്നിരിക്കുന്നത് കാസ് 24-ലാണ്. നമ്മൾ നേരത്തെയും കാസ് 24-ൽ വന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയും യൂസ്ഡ് കാസ് ഇവിടെ കൊടുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഏത് ബഡ്ജറ്റിൽ വേണമെങ്കിലും, അതായത് ഒരു പ്രീമിയം ബഡ്ജറ്റാണ് നോക്കുന്നത്, അല്ലെങ്കിൽ സെഡാൻ, ഹാഷ് ബാക്ക്, SUVs, അങ്ങനെ ഏത് വേണമെങ്കിലും ഇവിടെ ലഭ്യമാണ്. അപ്പം ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകത. പിന്നെ എടുക്കുന്ന വാഹനങ്ങളെല്ലാം ടെസ്റ്റിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്ത് ചെക്ക് പോയിൻറ്റ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ കൊണ്ടിടുന്നത്. വാറൻറ്റീസും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിലെ കുറച്ച് ഇത്രയും വണ്ടികൾ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന ഏതായാലും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ നമുക്ക് കുറച്ച് വണ്ടികൾ മാത്രം ഇന്നൊന്ന് കാണിക്കാം. അതിൽ ഏതെങ്കിലും വണ്ടിയുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എടുത്തറിയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ വെബ്സൈറ്റ് നോക്കിയാൽ, അല്ലെങ്കിൽ ഇവരുടെ മൊബൈൽ ആപ്പ് കാസ് 24 എന്ന മൊബൈൽ ആപ്പ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. നമുക്ക് കുറച്ച് കാസ് ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം അല്ലേ. അപ്പം നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. ആദ്യം നമ്മൾ കാണിക്കാൻ പോകുന്നത് റെനോ ഡസ്റ്ററാണ്. വെറും ഡസ്റ്റർ അല്ല, 1.3 ടർബോ ആണ്. ഡസ്റ്ററിൻ്റെ ഏറ്റവും എല്ലാവർക്കും പ്രിയമായിട്ടുള്ളൊരു മോഡലാണ്. പക്ഷേ റെനോ ഡസ്റ്റർ നിർത്തിയത് കൊണ്ട് ഇത് പിന്നെ അവൈലബിൾ അല്ലായിരുന്നു, റീസെയിൽ മാർക്കറ്റിൽ അവൈലബിൾ അല്ലായിരുന്നു. അങ്ങനെ കിട്ടാനും ബുദ്ധിമുട്ടുള്ള വണ്ടിയാണ്. 160+ BHP തരുന്ന കിഡിലൻ പവർഫുൾ വണ്ടിയാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസിൽ ആദ്യം തന്നെ പറയാം. അതെ, ഓക്കെ. അപ്പോൾ ഇത് ഒരു 2021 മോഡൽ റെനോൾഡ് ഡസ്റ്റർ ആണ്. RXX 1.3 MT വണ്ടിയാണ്. മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. 36,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് ഓണർ വണ്ടി, പെട്രോൾ ആണ് വരുന്നത്. ഇതിൻ്റെ കമ്പനി പ്രൈസ്, അതായത് കാർസ് 24-ൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 11,12,000 രൂപയാണ്. അതിൽ നിന്ന് ഇപ്പോൾ ക്രിസ്മസിൻ്റെ ഓഫർ എല്ലാം കഴിഞ്ഞ്, ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞ് 9,57,000 രൂപയ്ക്ക് ഈ വണ്ടി കൊണ്ടുപോകാം. അപ്പോൾ ക്രിസ്മസ് ഓഫർ പ്രമാണിച്ച് നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസ് ആണ് ഇവർ തന്നിരിക്കുന്നത്. 9.57 9,50,000 നിങ്ങൾക്ക് ഇത്രയും പവറുള്ള ഏത് വണ്ടിയാണ് കിട്ടുന്നതെന്ന് ഇപ്പോഴത്തെ മാർക്കറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുക. വെറും 36,000 ഓടിയിട്ടുള്ളൂ വണ്ടി, ഓടിയിട്ടുള്ളൂ. അപ്പം നല്ലൊരു ഓപ്ഷൻ തന്നെ ആയിരിക്കും അത്. അതെ അല്ലേ. ഫസ്റ്റ് ഓണർ വണ്ടിയും കൂടിയാണ്. പിന്നെ ടയറൊക്കെ നല്ല കണ്ടീഷനാണ്. വേറെ മേജർ ആക്സിഡന്റും കാര്യങ്ങളും ഒന്നും ഇല്ല. എല്ലാ ആപ്പിൽ നോക്കിയാൽ മതിയല്ലോ. അതെ അതെ, ആപ്പിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ വണ്ടിയുടെ ഡീറ്റെയിൽ എടുത്തെടുത്ത് കാണാം. ഒരു പോറൽ വീണിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോ വരെ കാണാം. അതുകൊണ്ട് അങ്ങനെ നോക്കിയാൽ മതി. അതെ, നെക്സ്റ്റ് അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഫോർട്ട് ഫ്രീ സ്റ്റൈൽ ആണ്. ഇതും നിർത്തിയ വാഹനമാണ്. നിർത്തിയ വാഹനമല്ല, നിർത്തിയ കമ്പനിയുടെ വാഹനമാണ്. കമ്പനിയെ നിർത്തിപ്പോയി. ഇതിനും നല്ല ഡിമാൻഡ് ഉണ്ട്, നല്ല മൈലേജ്. ഇത് പെട്രോൾ ആണ്, ഡീസൽ? ഇത് പെട്രോൾ ആണ്. ഓക്കെ. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ എത്ര കിലോമീറ്റർ? ഇത് 2021 മോഡൽ ഫോർഡ് ഫ്രീ സ്റ്റൈൽ ടൈറ്റാനിയം ആണ്. 1.2 ലിറ്റർ പെട്രോൾ, ടോപ്പ് ആണ്. മാനുവൽ ആണ് വരുന്നത് വണ്ടി. 57,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ഇതിന്റെ കമ്പനി പ്രൈസ്, അതായത് കാർസ് 24-ലെ പ്രൈസ് 6,44,000 ആണ്. ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് 5,63,000 രൂപയ്ക്ക് വണ്ടി കൊണ്ടുപോകാം. അത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. റീസണബിൾ പ്രൈസ് ആണ് ഞാൻ കണ്ടതിൽ വെച്ചിട്ട്. ഓക്കെ. അതാണ് ഫ്രീ സ്റ്റൈലിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ എല്ലാ വണ്ടിയും കാണിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഞാൻ പറയാം, ഇപ്പൊ കമ്പനി ഒട്ടുമിക്ക നിർത്തിപ്പോയ വണ്ടികൾ ഇവിടെ കൂടുതലും ഉണ്ട്. കാരണം സത്യം പറഞ്ഞ കമ്പനി ആ ഒരു വണ്ടി പ്രൊഡക്ഷൻ നിർത്തിയെങ്കിലും അതിന്റെ സർവീസ് സ്റ്റിൽ അവൈലബിൾ ആണ്. 10 വർഷം സർവീസ് കൊടുത്തെങ്കിൽ മാത്രമേ ഒരു കമ്പനിക്ക് നിർത്തി. ഇപ്പൊ എന്തിനു പറഞ്ഞാൽ നമ്മുടെ എക്കോസ്പോർട്ട് വരെ ഇപ്പം ഇവിടെ ഇഷ്ടംപോലെ എക്കോസ്പോർട്ട് ഉണ്ടായിരുന്നു. അത് മിക്കതും വിറ്റു പോവാ. കാരണം എക്കോസ്പോർട്ട് ഭയങ്കര ഫാൻ ബേസ് ഉള്ള വണ്ടിയാണ്. പിന്നെ സർവീസ് അവൈലബിൾ ആണ്. ഇപ്പൊ ഈവൻ കൊച്ചിയിലാണെങ്കിൽ പോലും പാലാരിവട്ടം പാലത്തിന്റെ സൈഡിൽ കൈരളി ഫോർഡ് ഉണ്ട്. സർവീസ് ഒക്കെ സ്റ്റിൽ അവൈലബിൾ ആണ്. സർവീസ് ഇപ്പോൾ നിലവിൽ കൊടുക്കുന്ന വണ്ടിയെക്കാട്ടിൽ ബെറ്റർ സർവീസ് ആണ് ഫോർഡിന്റെ. ഉറപ്പായിട്ടും. പിന്നെ ഇപ്പൊ ഈവൻ ചീപ്പാണ്. ചീപ്പാണ്. യെസ്, ഉറപ്പായിട്ടും ചീപ്പാണ്. പിന്നെ നിസാന്റെയിലേക്ക് വരുമ്പോൾ പോലും നിസാന്റെ മറ്റേ മൈക്ര, അതുപോലെ നിസാൻ സണ്ണി, അങ്ങനെ നിസാന്റെ സർവീസ് ഇപ്പൊ സ്റ്റിൽ അവൈലബിൾ ആണ്. അത് എനിക്ക് തോന്നുന്നു കുറച്ച് ഡൗൺ ആണ് ഇപ്പം. അവരുടെ പാർട്സ് കുറച്ചൊക്കെ കിട്ടാൻ കുറച്ച് പാടാണ്. പക്ഷെ എന്നാലും അവര് നമുക്ക് അത്രയും പ്രൈസിൽ കുറച്ച് വണ്ടി കിട്ടുമ്പോൾ ചെറിയ കോംപ്രമൈസുകൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. പാർട്സ് വെയിറ്റ് ചെയ്ത് കുറച്ച് നാൾ ചിലപ്പോൾ ഇരിക്കേണ്ടി വരും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതെല്ലാവർക്കും അതല്ല, ചിലർക്ക് മാത്രം. ഓക്കെ. അപ്പം ഇനി അടുത്ത വണ്ടിയിലേക്ക്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഏത് ബ്രാൻഡ്സ് വേണമെങ്കിലും ഉണ്ട്. അപ്പം ഏറ്റവും മാരുതി സുസുക്കി റീസെയിൽ വാല്യൂ ഉള്ള വണ്ടിയാണ്. അത്യാവശ്യം റിലയബിൾ വണ്ടിയാണ്. അപ്പോൾ അതിലോട്ടൊക്കെ ആൾക്കാർ ബലേനോ, സ്വിഫ്റ്റ് ഒക്കെ ഒത്തിരി നോക്കുമല്ലോ. അപ്പം ഈ ബലേനോ കണ്ടിട്ട് ഒരു പുതിയ ബലേനോ ആണെന്ന് തോന്നുന്നു. ഏത് ഇയർ ആയത്? ഇത് 2019 ആണ്. 2019 ആണ്. ഓക്കെ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? എത്ര കിലോമീറ്റേഴ്സ് ആയിട്ടുണ്ട്? ഓക്കെ, ഇതൊരു ടോപ്പ് വേരിയന്റ്, ടോപ്പ് അല്ല, ഇത് ഡെൽറ്റ ആണ്. ഇത് മിഡ് വേരിയന്റ് ആണ് വരുന്നത്. ഇത് 2019 ഡെൽറ്റ 1.2 ലിറ്റർ പെട്രോൾ വണ്ടിയാണ്. 41 ഓടിയിട്ടുള്ളൂ വണ്ടി. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഇതിന്റെ ബാക്കി ഇന്റീരിയർ എല്ലാം ക്ലീൻ ആണ്. ടയർ എല്ലാം നല്ല കണ്ടീഷനാണ്. ഇതിന്റെ കമ്പനി പ്രൈസ് വരുന്നത് 6,19,000 രൂപയാണ്. ഇപ്പൊ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ക്രിസ്മസിന്റെ ഓഫർ എല്ലാം കഴിഞ്ഞിട്ട് 5,79,000 രൂപയ്ക്ക് ഈ ഡെൽറ്റ വണ്ടി കൊണ്ടുപോകാം. മാനുവൽ ആണ് വണ്ടി. അതെ, പെട്രോൾ വരുന്നത്.
പിന്നെ ജാസ് കിടക്കുന്നു. ഹോണ്ടയുടെ കാര്യം നമുക്കൊന്ന് ചോദിച്ചേക്കാം. ജാസിന്റെ ഡീറ്റെയിൽ ടോക്കൺ ആണ്. കുഴപ്പമില്ല, എന്നാലും ഇതിന്റെ ഡീറ്റെയിൽ ഒന്ന് അറിയാലോ, എത്ര പ്രൈസിനാണ് ശരി. ഇത് 2019 വണ്ടിയാണ്. 1.2 ലിറ്റർ IVTEC CVT വരുന്നത്. ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ഫസ്റ്റ് ഓണർ വണ്ടി. പെട്രോൾ 46,000 ഓടിയിട്ടുള്ളൂ. കമ്പനി പ്രൈസ് 8,12 ആണ്. 8,12,000 രൂപയാണ്. ഡിസ്കൗണ്ട് കഴിഞ്ഞ് 7,34,000 രൂപയാണ്. ഒരു കസ്റ്റമർ കണ്ട് ഇഷ്ടപ്പെട്ടു, ടോക്കൺ ചെയ്ത് വെച്ചേക്കുവാണ്. വൈകാതെ ഡെലിവറി ആവും. ഇനിയിപ്പം ഇൻ കേസ് പുള്ളിക്ക് വല്ല ഫണ്ട് ഇഷ്യൂസ് വല്ലതും വന്നാൽ ചിലപ്പോൾ ടോക്കൺ ക്യാൻസൽ ആയി എന്ന് വരാം. നിങ്ങൾ റീഫണ്ട് ചെയ്യുമോ? റീഫണ്ട് ആ 10,000 റുപ്പീസ് റീഫണ്ട് ചെയ്യും. ടോക്കൺ ചാർജ് റീഫണ്ട് ചെയ്യും. അങ്ങനെ അപ്പം അങ്ങനെയുള്ള ഓപ്ഷൻസും ഉണ്ട്. നിങ്ങൾക്ക് വണ്ടി വന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ടോക്കൺ ചെയ്ത് വെക്കുക. മാത്രമല്ല വണ്ടി എടുത്തോണ്ട് പോയിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും 7 ദിവസത്തിനുള്ളിൽ കൊണ്ടുവരാം. തിരിച്ചു കൊടുക്കാം. ഫുൾ എമൗണ്ട് റീഫണ്ട് ഉണ്ടായിരിക്കും അല്ലേ? അതെ. ഓക്കെ. പിന്നെ അമേസ് കിടക്കുന്നു. നമുക്കിനി മറ്റേ ആ സെക്ഷനിൽ കുറച്ചുകൂടെ പോയാലോ? എങ്ങോട്ട് നമുക്ക് പോവാം, അങ്ങോട്ട് പോവാം. ഓക്കെ. അടുത്തത് സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റിന്റെ 2000 ഇത് 2016 വണ്ടി. 16 VXI ആണ്. ഇത് മാനുവൽ ആണ് വണ്ടി. 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫസ്റ്റ് ഓണർ വണ്ടിയാണ് വരുന്നത്. ഇതിന് കമ്പനി പ്രൈസ് 5,87,000 രൂപയാണ്. ഇപ്പോൾ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് 5,53,000 രൂപയ്ക്ക്. ഓക്കെ. അപ്പം ക്രിസ്മസ് പ്രമാണിച്ച് കുറേ ഡിസ്കൗണ്ട് ഓഫേഴ്സ് ഉണ്ട്. അതെല്ലാം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക ഈ സമയത്ത് വണ്ടി എടുക്കാൻ താല്പര്യപ്പെടുന്നവർ. ഉറപ്പായിട്ടും. ഇപ്പം വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരു കുഴപ്പമില്ല വണ്ടിക്ക്. ടയർ എല്ലാം നല്ല കണ്ടീഷനാണ്. നമ്മൾ ഇവിടെ ഉള്ള എല്ലാ വണ്ടികളും സർവീസ് ചെയ്തിട്ടേക്കുവാണ്. അതായത് മാരുതിയുടെ സർവീസ് അതെല്ലാം കഴിഞ്ഞ് കസ്റ്റമർ ഇങ്ങോട്ടേക്ക് കാർ തരുന്നതിന് മുമ്പ് മാരുതി സർവീസ്, അതായത് ആ കാറിന്റെ സർവീസ് കഴിഞ്ഞിട്ടായിരിക്കും അവർ ഇങ്ങോട്ട് നമുക്ക് തരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഡേ ടു ഡേ നമ്മുടെ സർവീസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സർവീസ് കാർ 24 സൈഡിൽ നിന്ന് സർവീസ് ചെയ്യുന്നത്. ഇത് വണ്ടി കൊണ്ടുപോയിട്ട് എന്തെങ്കിലും സർവീസ് പരമായ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാം. വാറന്റിയുടെ കാര്യങ്ങളിൽ അതെ. വാറന്റി വരുമ്പോഴത്തേക്ക് നമുക്ക് 1 മന്ത് ഫ്രീ വാറന്റിയാണ് വരുന്നത്. പിന്നെ നമുക്ക് 1 ഇയറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അത് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അതിനൊരു ചാർജ് വരുന്നുണ്ട്. ഓരോ കാറിനും ഓരോ റേറ്റ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് കൂടെ കുറഞ്ഞിരിക്കും. വാറന്റി അത്രയും 1 മന്ത് ഫ്രീ ആണ്. ആ 1 മന്തിൽ എഞ്ചിൻ, ട്രാൻസ്മിഷൻ, സ്റ്റിയറിംഗ്, AC കംപ്രസർ അതെല്ലാം 1 മന്തിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. ഓരോ കാറിനും എത്ര വരെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ? നമുക്കൊരു 1 ഇയർ വരെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ. പിന്നെ അടുത്ത വണ്ടി കാണിക്കാം. അടുത്തത് 30 കിലോമീറ്റേഴ്സ് മൈലേജ് തരുന്ന ഒരു വണ്ടിയാണ്. CNG വാഹനമാണ്. CNG വാഹനങ്ങൾക്ക് മൈലേജ് കൂടുതലാണ്. അതൊരു നമ്മളൊരു വീഡിയോ ചെയ്ത് കുറെ കമന്റ്സ് ഇഷ്യൂ ഒക്കെ വന്നാണ് 35 കിലോമീറ്റർ എന്നൊക്കെ ചോദിച്ച്. ഇതും അതുപോലെ മൈലേജ് ആണ്. 30 കിലോമീറ്റർ ആണ് മൈലേജ് കിട്ടുന്നത് ഈ സാൻഡ്രോ, ഹ്യുണ്ടായി സാൻഡ്രോയ്ക്ക്. അപ്പം ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ചോദിക്കാം. ഓക്കെ. ഇതൊരു 2019 മോഡല് സാൻഡ്രോ ആണ്. ന്യൂ സാൻഡ്രോ മാഗ്ന വേരിയന്റ് ആണ്. CNG ആണ് വരുന്നത്. 83,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ഇതിന്റെ കമ്പനി പ്രൈസ് വരുന്നത് 5,73,000 ഞാൻ ഈ കമ്പനി പ്രൈസ് എന്ന് പറയുന്നത് ഹ്യുണ്ടായിയുടെ അല്ല, നമ്മുടെ കാർ 24ന്റെ കമ്പനി പ്രൈസ് ആട്ടോ ഞാൻ പറയുന്നത്. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഓഫർ എല്ലാം കഴിഞ്ഞിട്ട് 4,27,000 രൂപയ്ക്ക് വണ്ടി എടുക്കാം. ഓക്കെ. 4,15 ലക്ഷം രൂപയ്ക്ക് ഒരു CNG കാർ. അതെ. ക്രിസ്മസിന്റെ നല്ല ഓഫർക്ക് ഇപ്പൊ അവൈലബിൾ ആണ്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ. അപ്പം ഇതൊക്കെയാണ് കുറച്ച് വണ്ടികൾ. നമുക്ക് ഇത്രയും വണ്ടികൾ ഒരു 300 വണ്ടികളോളം ഇവിടെ കിടപ്പുണ്ടോ? അതെ, ഉറപ്പായിട്ടും. അപ്പൊ അതെല്ലാം കൂടെ നമുക്കൊരു നമുക്കിപ്പോ ഇവിടെ ഇന്നൊരു 10 വണ്ടി പോയാൽ പിന്നെ നാളെ രാവിലെ തന്നെ അടുത്ത 10 വണ്ടി ഇങ്ങോട്ട് കയറും. അപ്പൊ ഇനി കാണുന്ന വണ്ടി ചിലപ്പോൾ നാളെ കാണണമെന്നില്ല. ഓക്കെ. അപ്പൊ അത് പറയാനൊക്കെ ഇല്ല. അപ്പം നിങ്ങൾ എന്തായാലും ഇവരുടെ ആപ്പ് വിസിറ്റ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ യാർഡിൽ നേരിട്ട് വരിക. ടെസ്റ്റ് ഡ്രൈവ്സും എല്ലാം അവൈലബിൾ ആണ്. ടെസ്റ്റ് ഡ്രൈവ്സ് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന്, പിന്നെ നിങ്ങൾക്ക് വണ്ടി കൊടുക്കാനുണ്ടെങ്കിലും ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഓക്കെ. അപ്പം ഇതൊക്കെയാണ് കുറച്ച് വണ്ടികൾ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് മാൻ. അപ്പം യൂസ്ഡ് കാർസും യൂസർ എക്സ്പീരിയൻസ് വീഡിയോസുമായിട്ട് നമ്മുടെ ചാനലിൽ വീണ്ടും വീഡിയോസ് വരുന്നതായിരിക്കും. കാണാൻ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ.